ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ടെക് ടിപ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് 300 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടറാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിലും മഴയിലും മരങ്ങൾ വൈദ്യുതി ലൈനിൽ വീഴുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണത്താൽ നമുക്ക് കറണ്ട് ഉണ്ടാകാതിരിക്കുന്ന സന്ദർഭങ്ങൾ കൂടുതലായിരിക്കും. അത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപകരണമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. നമുക്കറിയാം, കറണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നുള്ളത്. കൊതുകിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുന്ന ഫാൻ വർക്ക് ചെയ്യാൻ പറ്റാതെ വരിക, എപ്പോഴും എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായി പലരും ഇൻവെർട്ടറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാറുണ്ട്. എന്നാൽ 25,000 30,000 രൂപയൊക്കെ മുടക്കിയാണ് അവർ ആ ഇൻവെർട്ടർ വാങ്ങിച്ചു വെക്കുന്നത്. എന്നാൽ അത്രയും രൂപ മുടക്കി ചെയ്യുന്ന അതേ ഉപകാരം തന്നെയാണ് നമുക്ക് ഈ ഒരു ചെറിയ ഇൻവെർട്ടറിൽ നിന്ന് ലഭിക്കുന്നത്. കാറ്റും മഴയും കടക്കുന്നതിന് മുമ്പായി തന്നെ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളോ നിങ്ങൾക്കറിയാവുന്ന എന്താണോ അത് വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഉപകരണങ്ങളെന്നും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം മുതൽ പറയുന്ന ഇൻവെർട്ടർ. ഇത് 300 വാട്ട്സിൻ്റെ ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് 250 വാട്ട്സ് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം. ഇതിനായി എടുത്തു വെച്ചിരിക്കുന്ന വയർ, അതിൻ്റെ ഇൻസുലേഷൻ കളയുക. സ്ട്രിപ്പർ ഉപയോഗിച്ചോ അല്ലാതെയോ സാധാ കത്തി കൊണ്ടോ നമുക്കത് കളയാൻ പറ്റുന്നതാണ്. ഈ ഇൻവെർട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു വയർ ഘടിപ്പിക്കുന്നത് കാണിക്കുന്നത്. അതിന് പകരമായി ബാറ്ററിയിൽ ഘടിപ്പിക്കുന്ന ക്ലിപ്പുകൾ ഇലക്ട്രിക് ഷോപ്പുകളിൽ ലഭ്യമാണ്. അത് വാങ്ങിച്ച് ഘടിപ്പിക്കാവുന്നതുമാണ്. ക്ലിപ്പുകൾ ഉപയോഗിച്ചോ ഇത്തരത്തിൽ വയറുകൾ ഉപയോഗിച്ചോ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ ബാറ്ററി ഷോർട്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇപ്പോൾ ചെയ്യുന്നത് ഇൻവെർട്ടറിലെ അഡാപ്റ്റർ ഘടിപ്പിക്കാനുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റ് ഞാൻ കണക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ഇത്തരത്തിലൊരു സോക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന അഡാപ്റ്റർ വയർ കട്ട് ചെയ്തതിന് ശേഷം പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാതെ ബാറ്ററിയിലേക്ക് ഘടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ബാറ്ററിയും ഇൻവെർട്ടറുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ചെയ്യേണ്ടത് ഇൻവെർട്ടറിൽ നിന്നുള്ള കറണ്ട് സ്വിച്ച് ബോർഡിലേക്ക് വരുന്നതിനായി പ്ലഗ് അതിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ബാറ്ററിയിലെ DC വോൾട്ടേജ് ഇൻവെർട്ടറിലേക്ക് വരുമ്പോൾ അത് AC ആയി മാറുന്നു. അതിനുശേഷം വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൻ, ബൾബ്, TV അത്തരം എല്ലാ ഉപകരണങ്ങളും നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഞാനിതിൽ കാണിച്ചു തരുന്നതാണ്.
എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.